അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നോ കലോറീസ്. നമ്മൾ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ കഴിക്കുന്നു, ഇഷ്ടം തോന്നുമ്പോൾ കഴിക്കുമ്പോൾ ശരീരം എന്തായും വണ്ണം വെക്കും. അപ്പോൾ ഹെർബലൈഫ് അവിടെ ഒരു സൊല്യൂഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കണ്ട, ആവശ്യത്തിന് കഴിച്ചാൽ മതി എന്നുള്ളത്. ആ ആവശ്യം അത് ഒരു പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ ഒരു ഫോർമുല, അതേപോലെ തന്നെ ഒരു എനർജി ഡ്രിങ്ക്, ഈ ഫോമിലാണ് ഇവർ ഒരു വെയിറ്റ് ലോസിന് കൊടുക്കുന്നത്. അപ്പം ഹായ്, ഞാൻ ഡോക്ടർ കമൽ മാധവ്. ഞാനൊരു ഹോമിയോപ്പതി കോസ്മെറ്റോളജിസ്റ്റാണ്. അതേപോലെ തന്നെ ഞാനൊരു സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പം യൂഷ്വലി നമ്മളെ ഓരോരുത്തരെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് തടിച്ചവർക്ക് മെലിയാനും മെലിഞ്ഞവർക്ക് തടിക്കാനും. അപ്പം തടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ ആഗ്രഹം ഒരു ജിമ്മിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരുന്നായാലും ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, മീൻസ് ഡയറ്റ് റെസ്ട്രിക്ഷൻസ്, അതിലൂടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും ചോദിക്കുന്ന കാര്യമാണ്, ഡോക്ടറെ ഏതെങ്കിലും മരുന്നുണ്ടോ വെയിറ്റ് കുറയ്ക്കാനുള്ളത്? അപ്പം ഞാൻ കുറച്ച് ഈയിടെയായിട്ട് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടാൻ ഇടയായി. അപ്പം ഒരു 9 years ആയിട്ട് എനിക്ക് ഇതിൻ്റെ റിസൾട്ടിനെ പറ്റി അറിയാം. ബട്ട് ഈവൻ ദോ ഞാൻ ഈ പ്രൊഡക്റ്റിനെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യൂഷ്വലി അധികം ആൾക്കാരും പറയുന്ന പോലെ തന്നെ എടുക്കുമ്പോൾ റിസൾട്ട് ഉണ്ട്, നിർത്തിക്കഴിഞ്ഞാൽ റിസൾട്ട് പോകും. ഇങ്ങനെയാണ് യൂഷ്വലി പറയാറ്. മീൻസ് തടിച്ചൊരാൾ മെലിയുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും റീബൗണ്ട് ചെയ്യാന്നുള്ളത്. പിന്നെ യൂഷ്വലി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് പ്രൊഡക്റ്റിന് എന്ത് വരും, റേറ്റ് കൂടാകും. കാരണം ക്വാളിറ്റി ഉള്ള സാധനത്തിന് ഡെഫിനറ്റ്ലി റേറ്റിന് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഹെർബലൈഫ് ന്യൂട്രീഷൻ. ഹെർബലൈഫ് ന്യൂട്രീഷൻ ഒരിക്കലും ഒരു മെഡിസിൻ അല്ല. അത് ജസ്റ്റ് ഒരു ഡയറ്റിൽ നമുക്ക് ഇപ്പം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആൾക്കാർ ഭക്ഷണപ്രിയർ എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾക്ക് കലോറീസ് ഇല്ല, നമ്മൾ എത്ര കലോറി ബേൺ ചെയ്യുന്നതെന്ന് അറിയില്ല. നമുക്ക് കിട്ടുന്നതെല്ലാം തിന്നും, ഇഷ്ടപ്പെട്ടതെല്ലാം തിന്നും. ഈ ഇഷ്ടപ്പെട്ടതെല്ലാം തിന്നുമ്പോൾ നമ്മളെ ശരീരത്തിൽ വരുന്ന മാറ്റമാണ് തടി, മീൻസ് വയറ് വെക്കുക എന്നുള്ളത്. ആ വയറ് വെച്ചത് കുറയ്ക്കാൻ ഉള്ള ഒരു ഈസിയസ്റ്റ് സൊല്യൂഷനാണ് ഈ ഹെർബലൈഫിൻ്റെ ഷേക്ക്. അപ്പോൾ നോർമലി ഇയേഴ്സായിട്ട് ദേ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് റിസൾട്ട്സ്. മീൻസ് ഒരു മാസം കൊണ്ട് തന്നെ 4 to 8 kilos വരെ കുറഞ്ഞ വ്യക്തികളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഈ ഹെർബലൈഫ് ന്യൂട്രീഷനെ പറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്തപ്പോൾ ചിലർ ചോദിച്ചു, ഇത് കാരണം മരണപ്പെട്ടിട്ടുണ്ട്, ഇത് കാരണം സൈഡ് എഫക്റ്റ് ലിവറിന് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഇത് എടുക്കുമ്പോൾ നല്ല റിസൾട്ടാണ് ഡോക്ടറെ, ഇതങ്ങോട്ട് നിർത്തിയാൽ അതേപോലെ തടി വെക്കുന്നു. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ശരീരം തടി വെക്കുക, ശരീരം മെലിയുക, ഇതൊക്കെ ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. ഭക്ഷണം കഴിച്ചാൽ തടി വെക്കണം, അതാണ് നോർമൽ. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ മെലിയും, അതാണ് നോർമൽ. അപ്പം നമ്മൾ ഈ ഹെർബലൈഫ് ന്യൂട്രീഷനിലൂടെ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഒരിക്കലും ഇത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതായിരിക്കരുത് നമ്മളെ എയിം. നമ്മളെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ ബെറ്റർ റിസൾട്ട്സ്, നമ്മളെ ആ ഡെസ്റ്റിനേഷൻ, നമ്മൾ ആ ഗോളിലേക്ക് എത്താനുള്ള ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് നമ്മൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാന്നല്ല. വി ഹാവ് ടു ഡു വർക്കൗട്ട്സ്. നമ്മൾ എക്സസൈസ് ചെയ്യണം. തടിച്ചൊരാൾ മെലിയുന്നുണ്ടെങ്കിൽ
അതൊരു ഷെയ്ക്ക് കുടിച്ചത് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ വി ഹാവ് ടു ഗീവ് കാർഡിയോ പൾമിനറി എക്സസൈസസ്. ശരീരം നല്ല ഫാറ്റ് ബേൺ ചെയ്യണം. യൂഷ്വലി ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ലിവർ ഇഷ്യൂസ്. നോർമൽ കൺസേൺ ആയിട്ടുള്ള ആൾക്കാർ മീൻസ് ഒരു ലിറ്റർ വെള്ളം മീൻസ് ഒരു 20 കിലോ ഉള്ള ഭാരമുള്ള ഒരാൾ മിനിമം ഓഫ് 1 ലിറ്റർ വാട്ടർ കുടിക്കണം. 80 കിലോ ഭാരമുള്ള ഒരാൾ മിനിമം ഓഫ് 4 ലിറ്റേഴ്സ് വാട്ടർ കുടിക്കണം. അപ്പം ബോഡിയിലുള്ള വേസ്റ്റ് കണ്ടൻസ് ആണ്, അല്ലെ അവരെ ഫാറ്റ് ലൈസ് ചെയ്തിട്ട് യൂറിൻ ഔട്ട്പുട്ടിലൂടെ പോകും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലിവർ, എങ്ങനെയാണ് ലിവറിന് പ്രശ്നം വരുന്നത്. കാരണം നമ്മുടെ ബോഡിയിലുള്ള എക്സ്ക്രീറ്റാസ്, എസ്പെഷ്യലി ഇൻഡസ്റ്റൈനൽ ആൻഡ് സ്റ്റൊമക്, ബ്ലഡ് ഇൻഡസ്റ്റൈനിലൂടെയും അതേപോലെ തന്നെ സ്റ്റൊമക്കിലൂടെയും പോകുന്ന ബ്ലഡിന്റെ വേസ്റ്റ് കണ്ടൻസ് ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒഴിവാക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ബൈൽ. നമുക്കറിയാം ബില്ലി റൂബിൻ കൂടിയാൽ ജോണ്ടിസിനുള്ള ചാൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്? അപ്പം ശരീരത്തിന് ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ലിവർ. എങ്ങനെയാണ് ലിവർ സിറോസിസ് വരുന്നത്, അല്ലെ ലിവറിന് പ്രശ്നം വരുന്നത്? ഇൻപ്രോപ്പർ വാട്ടർ ഇൻടേക്ക് കുറയ്ക്കുക, നമ്മൾ ഈ ആവശ്യമില്ലാത്ത കുറേ കെമിക്കൽസ് അടിച്ചു കയറ്റുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ മീൻസ് അമിതമായാൽ അമൃതും വിഷം എന്ന് പറയൂലേ. ഏതൊരു ഉൽപ്പന്നമായാലും കൂടുതൽ എടുക്കുന്നതിലല്ല കാര്യം, ആവശ്യത്തിന് എടുക്കുക. നീഡഡ് ഷുഡ് ബി ടേക്കൺ. അല്ലാതെ ഹെർബലൈഫ് ന്യൂട്രീഷൻ ആ ലൈഫ് ലോങ് യൂസ് ചെയ്യാന്നുള്ളതല്ല നമ്മളെ ഒന്നും ചെയ്യും. നമ്മളെ ഡെസ്റ്റിനേഷൻ, നമ്മൾ ഗോൾ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും കലോറീസ്, നമ്മൾ ഓരോ ഒരു ചപ്പാത്തി ആണെങ്കിലും ശരി, റൈസിലാണെങ്കിലും ശരി, ചിക്കനിലാണെങ്കിലും ശരി, എത്ര കലോറി ബേൺ കിട്ടുന്നുണ്ടെന്നും, അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അബ്ഡോമൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എത്ര കലോറി ബേൺ ചെയ്യും എന്നുള്ള കാര്യം നമുക്കൊരു പരിധി വരെ അറിയില്ല. പക്ഷേ ഇന്ത്യക്ക് പുറത്തുള്ള അധികം കൺട്രീസിലും ആൾക്കാർ കലോറി ബേസ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ആ ഒരു കലോറി എത്രമാത്രം ബേൺ ചെയ്യുന്നു, അതാണ് നമ്മൾ ഈ ഹെർബൽ ലൈഫ് പ്രൊഡക്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ ഹെർബൽ ലൈഫ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. യൂഷ്വലി ഹെർബൽ ലൈഫ് ഒരു ഷെയ്ക്ക് ഫോമിലാണ് നമുക്ക് കൊടുക്കുക. നമ്മൾ നോർമലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, രാത്രി നമ്മൾ ഡിന്നർ കഴിക്കാറുണ്ട്. അപ്പം ഈ 3 റൊട്ടീനിറ്റി ഇത് നമ്മളെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നോ കലോറീസ്. നമ്മൾ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ കഴിക്കുന്നു, ഇഷ്ടം തോന്നുമ്പോൾ കഴിക്കുമ്പോൾ ശരീരം എന്തായും വണ്ണം വെക്കും. അപ്പോൾ ഹെർബൽ ലൈഫ് അവിടെ ഒരു സൊല്യൂഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കണ്ട, ആവശ്യത്തിന് കഴിച്ചാൽ മതി എന്നുള്ളത്. ആ ആവശ്യം അത് ഒരു പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ ഒരു ഫോർമുല, അതേപോലെ തന്നെ ഒരു എനർജി ഡ്രിങ്ക്, ഈ ഫോമിലാണ് ഇവർ ഒരു വെയിറ്റ് ലോസിന് കൊടുക്കുന്നത്. അപ്പം ആവശ്യം, അപ്പോൾ രാവിലെ നമുക്ക് വി ക്യാൻ സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ചോറ് കഴിക്കാം, കുറച്ച്. അതേപോലെ തന്നെ രാത്രി നമുക്ക്, അപ്പോൾ ഒരു ഫസ്റ്റ് 4 to 5 days നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കുറയും? എനർജി കുറയും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എനർജി കുറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹെർബൽ ലൈഫിൻ്റെ പ്രൊഡക്ട്സിൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അപ്പോൾ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം ബോഡിക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത എനർജി നമുക്ക് ഈ ജ്യൂസിലൂടെ ഹെർബൽ ലൈഫ് പ്രൊഡക്ട്സിലൂടെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പം പിന്നെ ഒരു 5 days ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉള്ള ഭക്ഷണം കൂടെ മീൻസ് ഡിന്നറും കൂടെ നമുക്ക് സ്കിപ്പ് ചെയ്യണം. അപ്പം തന്നെ ബോഡി ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ ലൈസ് ചെയ്യും. അപ്പം നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഫാറ്റ് യൂറിനിലൂടെ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. മീൻസ് മിനിമം 1 liter വാട്ടർ
മസ്റ്റ്. അപ്പോൾ 80 kilos ഉള്ള ഒരാൾ 4 liters, 100 kilos ഉള്ള ഒരാൾ 5 liters വാട്ടർ ദേ ഹാവ് ടു ഡ്രിങ്ക്. പിന്നെ പൊതുവേ ഒരു തെറ്റായ ധാരണ ഉണ്ട്, ഹെർബലൈഫ് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് വീട്ടിലിരുന്ന് വെയിറ്റ് കുറയ്ക്കുക. അത് വളരെ തെറ്റാണ്. അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഈ ലിവർ ഇഷ്യൂസും അതേപോലെ തന്നെ വേറെ പല ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ന്യൂട്രിയൻസിനെ ഒരിക്കലും നമ്മൾ ജസ്റ്റ് എന്ത് ആയി കാണരുത്, നമ്മൾ ഒരു ഈസിയസ്റ്റ് വേ ടു ദ ഡെസ്റ്റിനേഷൻ ആയിട്ട് മാത്രമേ കാണാവൂ. അപ്പോൾ വി ഹാവ് ടു ഡു സം വാക്കിംഗ്, നമ്മൾ കാർഡിയോ പൾമിനറി സ്റ്റിമുലേഷൻസ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഡ്രോബാക്സ് ഒക്കെ നമുക്ക്. പിന്നെ എത്ര കാലം ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പ്രൊഡക്റ്റ് യൂസേജ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ റിസൾട്ട്. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക, ഇപ്പോൾ ഹെർബലൈഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രൂ ദെയർ റിസൾട്ടാണ്. വിത്തൗട്ട് റിസൾട്ട് ഒരു ബ്രാൻഡിന് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. എങ്ങനെയാണ് ആ ബ്രാൻഡിന് ഒരു അവർക്ക് കിട്ടേണ്ട ഒരു മണി ബാക്ക് പോളിസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവരെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ചില ആൾക്കാർ പറയാറുണ്ട് ഈ ഹെർബലൈഫ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഹൗ ഇറ്റ് ഹാപ്പൻസ്? പ്രീവിയസ് എക്സ്പോഷർ ടു എ ഡിസീസ്. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാൾ, ലിവർ സിറോസിസ് ഉള്ള ഒരാൾ, അതേപോലെ തന്നെ ബോഡിക്ക് എന്തെങ്കിലും നേരത്തെയുള്ള ക്രോണിക് ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസിബിലിറ്റി ടു അവോയ്ഡ് ദിസ്, ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതെ നിൽക്കുക. ഒരു പരിധി വരെ നമുക്ക് അത് ചിലപ്പം ഇപ്പം റീസെൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ എറണാകുളം ക്ലിനിക്കിൽ പോയ സമയത്ത് ലിവർ സിറോസിസ് വന്ന പേഷ്യൻറ്റിന് ഇതൊരു ബെറ്റർ സൊല്യൂഷനായി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവരെ ബോഡി. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വി ഹാവ് ടു റിജക്ട് ദാറ്റ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിനെ നമ്മൾ ഒഴിവാക്കണം. ആവശ്യത്തിനാണ് ഒരു പ്രൊഡക്റ്റ്, അനാവശ്യത്തിനാവരുത് പ്രൊഡക്റ്റ്. നമുക്കൊരു റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ച് ബോഡീൻ്റെ ടെൻഡൻസി അല്ലെങ്കിൽ ആ ബോഡീൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. പിന്നെ ആരൊക്കെ ഇത് ഉപയോഗിക്കരുത്, പ്രത്യേകിച്ചും ഇത് ക്രോണിക് ഡിസീസസ്, ഓവർ അലർജീസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് വിമൻസ്, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഈ വെയിറ്റ് ലോസിനാണ് ഞാൻ പറയുന്നത്, യൂസ് ചെയ്യാതെ നിൽക്കുക. അതേപോലെ തന്നെ ഈ പ്രഗ്നന്റ് വിമൻസ്, കാരണം അവർക്ക് ഈ ലാക്ടേറ്റിംഗ് വിമൻസിനും അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയ വിമൻസിനും അവർക്ക് ബോഡിക്ക് ആവശ്യമുള്ള ഇറ്റ് ഷുഡ് ബി എ നാച്ചുറൽ. അപ്പോൾ നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ വരുന്ന കുട്ടിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ മീൻസ് ഈ ക്രോണിക് ഡിസീസ്, മീൻസ് ക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും വരുന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ലിവർ ആൻഡ് കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർ ഒന്ന് ഇത് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ചെക്ക് ദർ കണ്ടീഷൻ. ഡയബറ്റിക് ഉള്ള ആൾക്കാർ, ഡയബറ്റിക്കിൽ ഹെർബലൈഫ് നോ ഇഷ്യൂസ് ആണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ചില ആൾക്കാർക്ക് ഇത് പറ്റണമെന്നില്ല. അപ്പോൾ പറ്റാത്ത ആൾക്കാർ എങ്ങനെ നമ്മൾ ഇത് പറ്റുമോ പറ്റൂലേ എന്ന് തിരിച്ചറിയാം? ത്രൂ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഈ കിഡ്നി ഫെയിലിയർ അതേപോലെ തന്നെ ലിവർ ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ചെക്ക് ദ ഇൻവെസ്റ്റിഗേഷൻ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കൂടുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ആൻറ്റിക്ക് കൊടുത്ത സമയത്ത് കുറച്ച് ഡയബറ്റിക് ഇൻക്രീസ് ആയി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെങ്ങനെയാണ് അറിഞ്ഞത്? ത്രൂ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമ്മൾ അതും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡെഡ് ലൈൻ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണോ യൂസ് ചെയ്യണ്ടേ എന്നുള്ളതിൻ്റെ ഒരു ഡെഡ് ലൈനാണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു ജസ്റ്റ് കൺക്ലൂഷനാണ് ഞാൻ തരുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റോൾസ് ഉണ്ട്. അപ്പം നമ്മൾ ഏത് സാധനം ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ ക്വാണ്ടിറ്റി അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ കുറേ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതേ സമയത്ത് ആവശ്യത്തിന് നീഡഡ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഗീവ്സ് റിസൾട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.